ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BEd അഡ്മിഷൻ 2020 ലേറ്റസ്റ്റ് ഷെഡ്യൂൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് എന്നാണ്, മറ്റ് ഡീറ്റെയിൽസ്, അഡ്മിഷൻ എടുക്കേണ്ട ഡീറ്റെയിൽസ്, ഇനി ഫർദർ അലോട്ട്മെന്റ്സ് ഉണ്ടോ, എങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ലേറ്റസ്റ്റ് ഷെഡ്യൂൾ റീഷെഡ്യൂൾ ചെയ്തിട്ട് ഷെഡ്യൂൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിട്ട് നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്ത് കാണും. ലെറ്റ്സ് ചെക്ക് ദ ഡീറ്റെയിൽസ്. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേക്കാം. അതേപോലെ തന്നെ ആ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. സോ ഓവർ ടു ദ കണ്ടന്റ്. സോ ദിസ് ഈസ് ദ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ BEd ഇൻ ദ ഇയർ 2020-2022. ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ റിലീസ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് റിലീസ്ഡ് ഓൺ 3/11/2020. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇനി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് തന്നിരുന്ന സമയം 3/11/2020 വരെ ആയിരുന്നു. നൗ PH ഡിഫൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അങ്ങനെ കോട്ട റാങ്ക് ലിസ്റ്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് 3/11/2020. നൗ ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ സൈറ്റ്. അതേപോലെ തന്നെ നോട്ടീസ് ബോർഡിൽ, കോളേജ് നോട്ടീസ് ബോർഡിൽ ഈ റാങ്ക് ലിസ്റ്റുകളൊക്കെ അവൈലബിൾ ആവുന്നത് 4/11/2020 ആയിരിക്കും. ദെൻ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് എയ്ഡഡ് കോളേജസിൽ ഫോർവേഡ് കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് വരുന്നത് 3/11/2020. അതുപോലെ കോളേജ് നോട്ടീസ് ബോർഡിൽ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 4/11/2020. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് ഇതാ റിലീസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഈസ് ഓൺ 6/11/2020 വൈകിട്ട് 4 മണിക്ക്. 6/11/2020 വൈകിട്ട് 4 മണിക്കായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ മാൻഡേറ്ററി ഫീ അടയ്ക്കണം. മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന സ്ഥിതിക്ക് എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മാൻഡേറ്ററി ഫീ അടയ്ക്കാനായിട്ട് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള സമയമാണ് 7/11/2020 മുതൽ 12/11/2020 വരെ. സോ up to 12/11/2020 you can take admissions or you can pay the mandatory fee for second allotment. ഇനി അതിന് അഡ്മിഷൻ എടുക്കാനും പെർമനൻറ്റ് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയവും 9/11/2020 മുതൽ 12/11/2020 വരെയാണ്. സോ 12th is the last date. November 12th is the last date. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ഓൾറെഡി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് തന്നെ 12/11/2020 വൈകിട്ട് 4 മണി വരെ. അതായത് ഓൺലൈൻ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡും മറ്റ് കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് ലാസ്റ്റ് ഡേറ്റ് 12/11/2020. ഇനി നമ്മൾ എവർ വെയിറ്റിംഗ് കമൻസ്മെൻറ്റ് ഓഫ് ക്ലാസ്സസ് BEd ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് November 16th. സോ വളരെ നിയർ ആണ്. November 16th നിങ്ങൾക്ക് BEd ക്ലാസ് ഫസ്റ്റ് ഇയർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ബി പ്രിപ്പയർഡ് ഫോർ ഓൾ ദാറ്റ്. ഇനി അഡീഷണൽ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വേക്കൻസീസ് ഉണ്ടെങ്കിൽ അഡീഷണൽ അലോട്ട്മെൻറ്റ്സ് യൂണിവേഴ്സിറ്റി പുറത്തു വിടുമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നതാണ്. സോ അഡീഷണൽ അലോട്ട്മെൻറ്റ് ഇഫ് നെസസറി ടു ബി ഫിൽഡ് ബൈ ഫോർ ദ വേക്കൻറ്റ് സീറ്റ്സ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റിംഗ് ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആയിരിക്കും. അതിനൊക്കെയുള്ള ഡേറ്റാണ് 19/11/2020. ഓൺ 19/11/2020 അഡീഷണൽ അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വരുന്നതായിരിക്കും. ഇനി അഡീഷണൽ അലോട്ട്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി തരുന്നതാണ്. അതിൻ്റെ ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ അറിയുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി അതിന് അഡ്മിഷൻസ്, അടുത്ത അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ വരുന്നത് 20 to 23rd November. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റും റിലീസ് ചെയ്തിട്ടുണ്ട് November 30. സോ ഏത് ഫർദർ അലോട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിലും November 30-ക്കുള്ളിലായിരിക്കും കംപ്ലീറ്റ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. സോ വളരെ അലേർട്ടായിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റ്സ് ഒക്കെ റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം November 30 വരെ മാത്രമേ ഈ അഡ്മിഷൻ പ്രോസസ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെൻറ്റ്സ് വരികയാണെങ്കിലൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നതായിരിക്കും. സോ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. മറ്റ് ഡീറ്റെയിൽസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോളേജ് നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ കിട്ടിയ കോളേജിനെ കോൺടാക്ട് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയിക്കുക. അല്ലാതെ കോളേജ് എന്നെ വിളിക്കും എന്ന് വെച്ച് കാത്തിരുന്നിട്ട് അഡ്മിഷൻ ലൂസ് ആകുന്ന ഒരു അത്രയൊരു ചാൻസിനൊന്നും ആരും പോകണ്ട. സോ ബി വെരി കെയർഫുൾ. നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കോളേജിനെ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ സ്പോർട്സ് കോട്ട, മറ്റ് കോട്ട അഡ്മിഷൻസ് ഒക്കെ വരുന്നത്. അവരും യു കീപ്പ് എ റെഗുലർ ടച്ച് വിത്ത് ദ കോളേജ് ആൻഡ് ഓൾ ദാറ്റ്.
സോ ഇതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ B.Ed കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ദ ഇയർ 2020. So hope this video was informative. Please like the video and share it with your friends. അതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ആവശ്യമാണ്. So keep supporting, keep watching. Thank you.